കരൾ മാറ്റിവെച്ചവരുടെയും കരൾ പകുത്തു നൽകിയവരുടെയും അനുഭവങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പങ്കുവച്ച് നടത്തിയ ഒത്തുചേരലും കുടുംബസംഗമവും ആരോഗ്യരംഗത്ത് നാം നേടിയ മുന്നേറ്റത്തിൻ്റെ കൂടി തെളിവായി മാറി. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ മുക്കം ക്ലസ്റ്ററിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒത്തുചേരൽ. കരൾ പകുത്തു നൽകിയവരും കരളിനെ സ്വീകരിച്ചവരുമാണ് ഒത്തുചേർന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇവരുടെ കൂട്ടായ്മയായ ലിവർ ഫൗണ്ടേഷൻ കേരളയുടെ മുക്കം ക്ലസ്റ്ററാണ് ഒത്തുചേരലും കുടുംബസംഗമവും ഒരുക്കിയത്. മലയോര മേഖലയിലെ പഞ്ചായത്തുകളിലെ 60ഓളം പേരും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കുചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രാധാന്യം അവിടെയാണ്. ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാതെ അസുഖങ്ങളോ അതുമായിട്ടുള്ള ആശങ്കകളൊക്കെ പങ്കുവച്ച് അത് ചെയ്യാൻ പോകുന്നവരെ, ഇനി പുതുതായിട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചവർക്ക്, ഇനി അല്ലെങ്കിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞവർക്ക്, നേരത്തെ ചെയ്തവർക്കുള്ള പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ചോദിച്ചു മനസ്സിലാക്കുക. മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒരുപാട് നമുക്കറിയാം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ മാനസികമായിട്ടുള്ള ആകുലതകളും ടെൻഷൻ വേറെ തന്നെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, പ്രയാസങ്ങൾ ഷെയർ ചെയ്യുക. അവയവദാനം ചെയ്യുമ്പോൾ എല്ലാവർക്കും ആശങ്കയാണ്, എന്ത് പറ്റും, ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ, ഇത് കൊടുക്കാൻ കഴിയുമോ, കൊടുത്താൽ എനിക്കെന്ത്. പക്ഷെ ആ ആശങ്കകളെയൊക്കെ തരണം ചെയ്യുന്നതാണ് ഈ സംഘടന ഇവിടെ കാണിക്കുന്നവർ. ലിവർ ഫൗണ്ടേഷൻ കേരള ജില്ലാ പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേത്ര ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജുബിൻ കമർ അവയവദാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവയവദാനത്തിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചാൽ എത്രയോ മനുഷ്യജീവനുകൾ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. പലപ്പോഴും ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ വെച്ചാൽ മരിക്കാതെ തന്നെ എന്നെ മസ്തിഷ്ക മരണത്തിൽ അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതുമെന്നുള്ളത് ഇല്ല. ബിക്കോസ് ഈ കേരള ഗവൺമെൻറ്റിന് അറിയാലോ, കേസോട്ടോ അവർക്ക് എംപാനൽ ഡോക്ടേഴ്സ് ഉണ്ട്. ഇൻ ഹോസ്പിറ്റൽ ഡോക്ടർ മാത്രം പോരാ, ഈ ഒരു ടീമിലെ ഡോക്ടറും ഒറ്റ ടെസ്റ്റ് മാത്രം പോരാ, വീണ്ടും ഒന്നോ രണ്ടോ ഈവൻ സംശയം ഉണ്ടെങ്കിൽ 3 തവണ ചെയ്ത് നോക്കിയിട്ടേ അതിനെ നമുക്ക് ബ്രെയിൻ ഡെത്തിന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തെറ്റുകളും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിന് ഇതിന് മുൻകൈ എടുത്ത് ഡോക്ടർമാരും ഹോസ്പിറ്റൽസും മുൻകൈ എടുക്കുമ്പോൾ നമ്മളെ എല്ലാവരും ജനം വളരെ സംശയാലുക്കളാണ്. ഡോക്ടർമാരെ പ്രത്യേകിച്ചും വളരെ സംശയത്തോടുകൂടിയാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പം നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ മോട്ടീവാണെന്നേ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനാണ് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്, തെലങ്കാനയിൽ നടക്കുന്നത്. ഗവൺമെൻറ്റാണ് അതിൻ്റെ മുൻകൈ എടുക്കുന്നത്. അവരുടെ ടീം വന്ന് സർട്ടിഫൈ ചെയ്താൽ ജനങ്ങൾക്കും സംശയമില്ല. അല്ലാതെ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ്റിനെ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രഷറൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ഒരു മെയിൻ അജണ്ടയിൽ തന്നെ, ബാക്കി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, ബാക്കി എല്ലാ കാര്യത്തിലും മെയിൻ അജണ്ടയിൽ അതും ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ലിഫോക് സംസ്ഥാന ചെയർമാൻ രാജേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കമൽദാസ്, ശശിധരൻ, അനിൽകുമാർ പി, ഷാജു മാസ്റ്റർ, വിജയൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും കൃത്യമായ രോഗനിർണയം കൃത്യസമയത്ത് നടത്താൻ കഴിയാതിരുന്നതും ജനിതക കാരണങ്ങളുമൊക്കെയാണ് ഭൂരിപക്ഷം ആളുകൾക്കും കരൾ പൂർണ്ണമായും തകരാറിലാവാൻ കാരണമായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ഇത് സംബന്ധിച്ച അവബോധമുണ്ടാക്കാനും കൂട്ടായ്മ ആഹ്വാനം ചെയ്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.